എന്താ പറയാനാ, ഞാൻ അമേരിക്കയിലായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ സിസ്റ്റങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അമേരിക്കയിലായിരുന്നു ജനിച്ചപ്പോൾ മുതൽ. ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും വെയിറ്റിംഗ് ഷെഡ്. എന്തിനാ ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ഷെഡ്? വെറുതെ ഒരു ആവശ്യവുമില്ല. പിന്നെ പഞ്ചാര അടിക്കുന്ന പിള്ളേർക്കും കഞ്ചാവ് അടിക്കുന്ന ആൺപിള്ളേർക്കും കൊള്ളാം അല്ലേ? അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. ഇതിപ്പോൾ ഈ റോഡ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് തന്നെ ഞാൻ അമേരിക്കയ്ക്ക് പോകും. എനിക്കത് വിഷയമുള്ള കാര്യമല്ല. കാരണം എനിക്കിവിടെ പറ്റുകയല്ല. ഈ കേരളത്തിൽ ഇത്രയും കാലമായിട്ട് ഈ കേരളത്തിൽ നടക്കുന്ന ഒരു വ്യവസ്ഥകളെ പറ്റിയും എനിക്കറിയില്ല. കാരണം ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. മെമ്പറാണ് സന്തോഷം. സന്തോഷ്. അതെ മെമ്പർ സന്തോഷം. സന്തോഷ്. എന്താ 50 വീട് വെള്ളത്തിൽ ഒലിച്ചു പോയോ? ഇതിലൊക്കെ എന്ത് സന്തോഷിക്കായിരിക്കുന്നു? ഒരു 100 വീടാകുമ്പോ വിളിക്കൂ. അതല്ലേ സന്തോഷം. സന്തോഷം സന്തോഷിന്. എന്താ ബൈക്ക് ഇടിച്ചെന്നോ? ആള് മരിച്ചോ? മരിച്ചിട്ട് വിളിക്കൂ. അപ്പോഴൊരു പെട്ടി മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ലേ എന്റെ സന്തോഷം. അതെ ആ മെമ്പർ തന്നെയാണ് മെമ്പർ. അതെ അതെ അല്ലേ ആ മെമ്പറാണ്. മെമ്പറെ തിരക്കി ഞാൻ അങ്ങോട്ട് വരുവായിരുന്നു. എന്റെ മെമ്പറെ 18-ാം തീയതി എന്റെ കല്യാണമാണ്. മെമ്പർ തീർച്ചയായിട്ടും വരണം. അയ്യോ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. പഞ്ചായത്തിന്റെ കുറച്ച് കാര്യമായിട്ട് എനിക്ക് പല സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അത് പറഞ്ഞാൽ പറ്റത്തില്ല. മെമ്പർ തീർച്ചയായിട്ടും കല്യാണത്തിന് വന്നേ പറ്റത്തുള്ളൂ. മോനെ വരാൻ പറ്റത്തില്ല. പോട്ടെ, സാരമില്ല. അത് കഴിഞ്ഞ് കിടക്കുന്ന നിശ്ചയത്തിനെങ്കിലും മെമ്പർ വരണം. എന്തൊക്കെ പറയണേ? അല്ല എവിടെ പോവാ എന്റെ മെമ്പറെ? ഞാൻ ഈ ജനിച്ചപ്പോൾ മുതൽ അമേരിക്കയിലായതുകൊണ്ട് എനിക്ക് കേരളത്തിലെ വ്യവസ്ഥകളും ഈ റോഡിനെ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പിടിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് എറണാകുളം വരെ ഒന്ന് പോകണം. എറണാകുളത്ത് പൊക്കോ. എങ്ങനെ പോകും? ബസ് വരും. എവിടെ വരും? എന്റെ വീട്ടിലോ? അതോ കൊറിയർ വരുമോ? അതോ പോസ്റ്റ്മാൻ ഉണ്ണി കൊണ്ടുതരും? എങ്ങനെ വരും അത് പറ. ബസ് റോഡേ വരും. റോഡേ വരുമ്പോൾ അവർക്കറിയാൻ പറ്റുമോ ഞാൻ എറണാകുളത്തിനാ പോകുന്നതെന്ന്? പിന്നെ അറിയാൻ പറ്റില്ല. കേരളം താൻ ബസ്സിൽ ഞാൻ കയറിയാൽ അവർക്കറിയാമോ ഞാൻ എറണാകുളത്തിനാ പോകുന്നതെന്ന്? അവർക്കറിയാമോ? ഒരു കാര്യം ചെയ്യാം. ഒരു പെട്ടിക്കത്ത് അടക്കി മേളിലേക്ക് കൊണ്ടിടും. അപ്പൊ എറണാകുളത്ത് കൊണ്ട് ഇറക്കും. പെട്ടിക്കാത്തിരുന്ന എങ്ങനെ എറണാകുളത്തിന്? മണ്ടത്തര എന്നോട് പറയരുത് കേട്ടോ. പെട്ടിക്കാത്തിരുന്ന എറണാകുളത്ത് ചെല്ലാൻ പറ്റുമോ? ഇടാ മണ്ട, ടിക്കറ്റ് എടുക്കണം. എങ്ങനെ എടുക്കും ഞാൻ? പെട്ടിക്കാത്ത അല്ലേ ഞാൻ പെട്ടിക്കാത്ത. തുറന്ന് പുറത്തിറങ്ങി പോകാലോ. പുറത്തിറങ്ങി പോയാൽ ഞാൻ എറണാകുളത്തിനാന്ന് ഇവർക്കറിയാമോ? ഈ വണ്ടിക്കാർക്ക്. അതൊക്കെ ശരിക്കും എവിടെ പോകേണ്ടത്? സത്യം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. എനിക്ക് മണിയാറിനാ പോകേണ്ടത്. മണിയാറിനെ തിരിഞ്ഞെന്ന മണിയാറിന് എളുപ്പം വിടാ ഞാൻ. അങ്ങോട്ടോ ഓട്. മണിയാറിന് വന്നിരിക്കും. നീ എന്നെ കാണുമ്പോ ഒളിച്ചു കളിക്കണ്ട. ഞാൻ ഒളിച്ചു കളിച്ചതല്ലെന്ന്. പിന്നെ ഞാൻ ഇങ്ങനെ വരാനായിട്ടുള്ള ഒരു പഞ്ചിന് വേണ്ടി നിൽക്കായിരുന്നു. നീ എന്നോടൊന്ന് വല്ല പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടോ? പൈസ മേടിച്ചിട്ടില്ല. പിന്നെന്താ എന്നെ കാണുമ്പോ ഓടുന്നതെന്ന് പറഞ്ഞാൽ മെമ്പറിന്റെ മോളുടെ കല്യാണം ഞാനാണല്ലോ റെഡിയാക്കി. ചെറുക്കം വന്ന് കണ്ടല്ലോ, പെണ്ണിന് ഇഷ്ടപ്പെട്ടു. 2 ദിവസം കഴിയുമ്പോ കാര്യം അറിയിക്കാന്ന് പറഞ്ഞതാണ്. പിന്നെ അതിനെ ഓടിക്കളിക്കാൻ എന്തിനാണ്? അങ്ങനെയല്ല, മെമ്പറിന്റെ മോളുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അതാ മെമ്പറിന് ഒരു അനന്തരക്കാരനുണ്ട്. ആരവൻ? കള്ളം പൗത്രൻ. ഈ മുടിഞ്ഞവൻ കാരണം എന്റെ മകളുടെ കല്യാണം മുടങ്ങൽ അറിയാവാ? നടക്കില്ല. അവൻ ഉള്ളത്രയും കാലം ഈ കല്യാണം നടക്കൂല, എനിക്ക് ഉറപ്പാണ്. ഒരു കാര്യം ചെയ്യാവോ? ഇവരെ ചാക്കിൽ കെട്ടി ഇവിടെ കൊണ്ട് കളയാവോ? ഈ കളയാനായിട്ട് ഇവൻ മരപ്പെട്ടി വല്ലതുമാണ് ഈ കൊണ്ട കളയാൻ. അതേ വരുന്നവൻ എവിടെ? പറഞ്ഞല്ലോ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് പറഞ്ഞു. നീ എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്നാ? രാവിലെ എഴുന്നേക്കണം, പല്ല് തേക്കണം, കുളിക്കണം, വല്ലതും കഴിക്കണം, പണിക്ക് പോകണം, സുഖമായിട്ട് ജീവിക്കണം. ഇത് ആരാന്ന് മനസ്സിലായത്? എന്റെ അമ്മാവൻ. എന്റെ അമ്മാവൻ. എടാ ഈ മനുഷ്യൻ നിന്ന് ഉരുകിയാണ് ഇവിടെ നിന്നിട്ട്. ഇയാളെന്നെ ഉരുകി തീരാൻ മെഴുകു തിരിയാണ്. അതല്ല, നിന്നെ ചൊല്ലി മാത്രമാണ് അദ്ദേഹം ഉരുകണത്. മനസ്സിലായോ? രാഷ്ട്രീയ ഭാവിയുള്ള കാര്യം അറിയാവോ? ഭാവിയിലെ പ്രധാനമന്ത്രിയല്ലേ? പോടാ പിന്നെ നിന്ന് പ്രധാനമന്ത്രി ഇടവൻ കളിയാക്കിയതാണ്. എന്താ കാര്യം? നീ കാരണം എന്റെ മകളുടെ കല്യാണം മുടങ്ങി പോയാണ്. ഞാൻ എന്ത് ചെയ്തെന്നാ പറഞ്ഞ നിങ്ങളുടെ മോള്? നിന്റെ കള്ളം പാത്രത്തിന്റെ പെങ്ങളെ വേണ്ടെന്നാ പറയണത് അറിയാവാ? പണ്ടെങ്ങാണ്ടൊരു ചെറിയ മോഷണം നടത്തി എന്ന് പറഞ്ഞ് കള്ളം പാത്രം എന്നുള്ള പേര് വന്നത് എന്റെ കുഴപ്പമാണോ? ചെറിയ മോഷണം മോഷിച്ചെന്നാണെന്ന് അറിയാവാ? ഇല്ല. അമ്പലത്തിലെ തിരുവാഭരണം. എന്നിട്ടാ ഇവന്റെ അമ്മ അതിനകത്തിട്ടുണ്ട്. ആ അമ്പലത്തിൽ തന്നെ ചെന്നിരുന്ന് തൊഴുകയാണ്. അങ്ങനെ പിടിച്ചാൽ അറിയാവാ? അവരന്ന് പണ്ട് അങ്ങനെ എന്റെ കട്ട പോകേണ്ട അവരെ അടങ്ങുള്ളൂ. ഞാൻ അവരെ കൊണ്ട് നടക്കിരുത്തി കളഞ്ഞു. ഏത് നടേന്? ഈ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ. അപ്പൊ പെങ്ങളെ കൊണ്ട് കളഞ്ഞു. നിന്റെ കള്ളപ്പേര് മാറ്റാതെ എന്റെ മകളുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്തെങ്കിലും ഒരു ഐഡിയ ഉപയോഗിച്ച് ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കണം. നമുക്ക് ഇവന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനിൽ കൊണ്ട് ചെന്ന് ഇവന്റെ പ്രശ്നം തീർക്കണം. പേര് മാറ്റണം. പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ ഇവനെ പിടിച്ചകത്തിടിയല്ലേ? കാരണം ഈ നാട്ടിൽ എവിടെ മോഷണം നടന്നാലും ആദ്യം വന്ന് ഇവന്റെ വീട്ടില. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ അത് മാറ്റിയെടുക്കണം. നിന്റെ മാറ്റിയെടുക്കണം. ഇപ്പൊ എന്ത് ചെയ്യും? എന്താ ചെയ്യാം? ഇവൻ ഇങ്ങനെ കള്ളനായിട്ട് ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ആര് പറഞ്ഞു ഞാൻ കള്ളനായിട്ടാ ജീവിക്കണമെന്ന്? ഞാനിപ്പോ അന്തസ്സായിട്ട്
ജോലി ചെയ്ത് കാശുണ്ടാക്കി ജീവിക്കുക. എന്റെ ബാങ്കിൽ എത്ര രൂപ ഉണ്ടെന്ന് നിനക്കറിയാമോ? എത്ര രൂപയുണ്ട്? എന്റെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപയുണ്ട്. 5 ലക്ഷം രൂപ ഉണ്ടാ? കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ബുദ്ധിമുട്ടി ഉണ്ടാക്കി ഞാൻ 5 ലക്ഷം രൂപ ബാങ്ക് ഇട്ടിട്ടുണ്ട്. 5,10,900 രൂപയുണ്ട്. ഉണ്ടോ? 5 ലക്ഷം രൂപ ഉണ്ടോ? ഉണ്ട്. ഉണ്ടല്ല? ഉണ്ടെന്ന്. എന്നാ കള്ളപ്പേര് ഞാൻ മാറ്റിത്തരാം. എങ്ങനെ മാറ്റും? മാറ്റിത്തരാം. എങ്ങനെ മാറ്റും? ഇവന്റെ 5 ലക്ഷം രൂപ എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് SID കൊടുക്കുക. എന്നിട്ട് പറയണം എനിക്ക് വഴി കിടന്ന് കിട്ടിയാണെന്ന് പറയണം. ഇയാളെന്ത് വർത്താനം ഈ പറഞ്ഞ അമ്മ? എന്താ? എന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എടുത്ത് എന്തിനാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കണത്? അത് ശരിയാണ് കേട്ടോ. എടാ നിന്റെ കള്ളപ്പേര് മാറ്റണ്ടേ? കള്ളപ്പേര് മാറ്റണം. അത് ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? എടാ നീ സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാൻ നേരത്തെ ആ പറയണേ എനിക്ക് വഴി കിടന്ന് കിട്ടിയതാണ്, ആണ് ഞാൻ സത്യസന്ധനാണ്, ഇനി ഞാൻ ഒരു മോഷണയില്ല ഒന്നുമില്ലെന്ന് പറയുമ്പോ നീ ഇങ്ങോട്ട് പോരുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഈ വഴി കിടന്ന് കിട്ടാനിട്ട് ഇവന്റെ ബാങ്കിൽ കിടക്കുന്ന കാശ് എങ്ങനെ വഴി വഴി കിടന്ന് കിടക്കണം? കിട്ടും. ആ. അത് ബാങ്കിൽ നിന്ന് എടുക്കണം, എടുത്തുകൊണ്ട് കൊടു. ആ പൈസ തിരിച്ച് നിന്റെ കയ്യിൽ തന്നെ കിട്ടുകയും ചെയ്യും. അതെങ്ങനെയാന്ന്? ഞാനൊരു അവകാശം കൊണ്ടുവന്നിട്ട് പറയും ഇയാളുടെ പൈസ എന്ന് പറയും. തീർച്ചയായും നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും. അല്ല അതുകൊണ്ട് നിന്റെ കള്ളപ്പേരും പോയി കിട്ടും, നല്ല പേരാകും, പൈസ നിന്റെ ഇരിക്കും. സൂപ്പർ പക്ഷേ പരിപാടി. അത് മനസ്സിലായില്ലെന്ന്. അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പൈസ ഇറക്കണം. പൈസ ഇറക്കി കളിച്ചെങ്കിലും വിജയിക്കുള്ളൂ. നിന്റെ പേര് മാറി കിട്ടും. അപ്പൊ ഞാൻ ഈ പൈസ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. എന്നിട്ട് കളഞ്ഞിട്ടെന്ന് പറയണം. അപ്പൊ SI എന്ന് MLA പറയുന്നു, MLA മന്ത്രി അറിയിക്കുന്നു, നിനക്ക് ഗംഭീര സ്വീകരണം, മന്ത്രി വന്ന് പൊന്നാളറിയുന്നു, നിന്റെ ലെവല് മാറോ. പിന്നെ അങ്ങനെയാണ് ഞാനൊരു പണി ചെയ്യാം. നാളെ രാവിലെ 5 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം. SI കൊടുക്കണം. കൊടുത്തിട്ട് പറയാം വഴി കിടന്ന് കിട്ടിയതാണ്, എന്റെ സത്യസന്ധത തെളിയിക്കാൻ പോകുന്നത് പറയാം. ഒരു കാര്യം ചെയ്യും, നീ പോയി നാളെ വാ. ശരി, ഞാൻ പഞ്ചായത്ത് വരെ പോട്ടെ. ഇതിന്റെ അവകാശം വേണമല്ലോ. ഇതിന്റെ അവകാശം വേണ്ടേ? അവകാശം ഉണ്ടല്ലോ. എവിടെ? ആര്? പോലീസ് സ്റ്റേഷനിലേക്കാണ് പോണത്. ഈ പോലീസ് എന്ന് പറഞ്ഞ ആരാ? ഇവിടുത്തെ SI ആരാന്ന് പറഞ്ഞിരിക്കണം? ആരാ? എന്നെ കണ്ടു കഴിഞ്ഞാൽ നീ എവിടെയായിരുന്നു? നിന്നൊന്ന് കാണാൻ കാത്തിരിക്കണില്ല എന്ന് പറഞ്ഞിരിക്കണാണ് ഈ SI. കണ്ടു കഴിഞ്ഞാൽ മെമ്പർ വരേണ്ട കാര്യം ഇല്ല, ഞാൻ നോക്കിക്കോളാം എന്റെ കാര്യം. അതുപോലെ രമേശൻ നായരെ പേടിപ്പിക്കുന്ന കേസാണത്. ഏത് ഇത്? അത് പേടിപ്പിക്കാനായിട്ടല്ലേ ഞാൻ അങ്ങോട്ട് പോണത്. ആണാ? എന്നാ നാളെ പറ്റിക്കരുതേ. ഇല്ല പറഞ്ഞു ഞാൻ കറക്റ്റ് സമയത്തോടെ ഉണ്ടാവും. ഓക്കെ, പേര് ഞങ്ങൾ കളഞ്ഞിരിക്കണം. സാറേ നമസ്കാരം. നമസ്കാരം സാറേ എന്റെ പേര് സിന്ധു എന്നാണ്. നല്ല പേരാണല്ലോ. എനിക്കൊരു പരാതി ഉണ്ടായിരുന്നു. എന്നെ കുറിച്ചാ? സാറിനെ കുറിച്ച് നാട്ടുകാർക്ക് ഉണ്ട് പരാതി, എനിക്കില്ല സാറേ. വന്ന കാര്യം സാറേ എന്റെ ഭർത്താവിന് 10 മാസം. ഭർത്താവിന് 10 മാസമായ? ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഗൂഗിളിൽ സെർച്ച് നോക്കിയാലോ? എന്റെ പൊന്ന് സാറേ അതല്ല, എന്റെ ഭർത്താവിനെ 10 മാസമായിട്ട് കാണാനില്ല. ഭർത്താവിനെ 10 മാസമായിട്ട് കാണാനായിട്ട് ഇപ്പഴാണ് ഒന്ന് പരാതി പറഞ്ഞത്? അത് സാറേ ഇടക്ക് രാത്രിയൊക്കെ പുള്ളി വരുമായിരുന്നു, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അതും ഇല്ല സാറേ. പുള്ളി സ്ഥിരം സന്ദർശകനല്ല, വല്ലപ്പോഴും മാത്രം സന്ദർശിച്ചോണ്ടിരിക്കുള്ളൂ അല്ലേ? നാടോടി പ്രേമിയാണ്. അതെ, അപ്പൊ ഈ പുള്ളിയെ കണ്ടെത്താന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല. ഈ കക്ഷിയാൾ എങ്ങനെ ഇരിക്കും? അങ്ങനെയൊന്നുമില്ല സാറേ, ഇങ്ങനെ ഇരിക്കും, ഇടക്ക് സാറി ഇരിക്കണ പോലെ ഇരിക്കാറുണ്ട്. എന്റെ കൊച്ചു അതല്ല പറഞ്ഞത്. പിന്നെ ഈ കക്ഷിയെ കാണാൻ എങ്ങനെയാണ്? ആളുടെ രൂപം എങ്ങനെയാണ്? നല്ല വെളുത്തിട്ട് കട്ട മീശ കട്ടപ്പിരിക ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. കട്ട താടിയൊക്കെ ഉണ്ട്. കട്ടപ്പ? അയ്യ കട്ടപ്പല്ല സാറേ, കട്ടപ്പൊക്കെ മുടിയില്ലല്ലോ. എന്റെ ഭർത്താവിന് നല്ല കട്ട മുടിയുണ്ട്. ഇത് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല, കൊച്ചിന് മനസ്സിലായില്ല. അതാണ് ഈ പുള്ളിയെ കാണാൻ എങ്ങനെ ഇരിക്കും? ഫോട്ടോ വല്ലതും ഉണ്ടോ? ആ ഫോട്ടോ ഉണ്ട് സാറേ. ഫോട്ടോ തരൂ. ആ ഇത് മതി. ഇതെന്താണ് ഭർത്താക്കന്മാരെ ഹോൾസെയിലായിട്ട് കൊണ്ട് നടക്കണം? അല്ല സാറേ, ഇത് ഹിന്ദി സിനിമയുടെ ഷാരൂഖ് ഖാൻ അല്ലേ? സാറ് എന്തായാലും ഭർത്താവിനെ കണ്ട് പിടിക്കുമല്ലോ. അങ്ങനെ പിടിക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരാളും മതി. എനിക്ക് അങ്ങനെ എടുത്തെടുത്ത് മതിയായി. ഇതാവുമ്പോ എന്നെ എടുത്തോളൂല്ലോ. കുട്ടിയുടെ പേര് സിന്ധു എന്നല്ല, ക്രിമി ടോമി എന്നാ. ഒരു പണി അന്വേഷിക്കാൻ കണ്ടുപിടിക്കാട്ടോ. ഇത് കൊണ്ടായിക്കോ. അപ്പൊ സാറിന് കണ്ടുപിടിക്കണ്ടേ? എന്റെ കൊച്ചി ഷാരൂഖ് ഖാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ കണ്ടുപിടിച്ചോളാം. കണ്ടുപിടിക്കണേ കണ്ടുപിടിച്ചോളാം. വേറെ ഉണ്ട് വേണം. സൽമാനൊക്കെയാണ് കൊണ്ടുപോയത്. വെറുതെ ഈ കൊച്ചിന്റെ ഭർത്താവ് നാടോട്ട് പോയത് മനുഷ്യനെ എന്നാ കിടത്താനായിട്ട്. സാറേ കള്ളം പവിത്രൻ. അയ്യോ സാറേ എന്നെ കള്ളാന്ന് വിളിക്കല്ലേ സാറേ. എന്നാ പിന്നെ പുണ്യാളാന്ന് വിളിക്കാം. അയ്യോ അതല്ല സാറേ, ഞാനിപ്പോ പണിക്ക് പോകുന്നുണ്ടല്ലോ. പണിക്ക് പോകുന്നുണ്ടോ? നീ പണിക്ക് പോയിട്ട് അന്തസ്സായിട്ട് ജീവിക്കുക. ആണാ? ഞാൻ ഇന്ന് രാവിലെ പണിക്ക് പോയിട്ടും ഞാൻ സാറിനെ ഒരു തൊണ്ടി എപ്പിക്കാൻ വന്ന. ചേട്ടാ തെണ്ടി സ്റ്റേഷനിലാണ് തുണ്ട് കൊണ്ടിരുന്നത്. തൊണ്ടിയല്ല, തൊണ്ടി മുതൽ. തൊണ്ടി മുതൽ. തൊണ്ടി മുതലാ? തൊണ്ടി മുതൽ. ഞാൻ രാവിലെ പണിക്ക് പോകാനായിട്ട് ആ ചായക്കട അവിടെ വഴി പോവുകയായിരുന്നു. അന്നേരം അവന്റെ വാതിക്കെ കിടന്നു ഒരു പൊതി കിട്ടി. അത് തുറന്നു നോക്കിയപ്പോ 5 ലക്ഷം രൂപയുണ്ട്. 5 ലക്ഷം രൂപ കിടന്നു കിട്ടി. സാർ ഇതിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കണം, എന്നിട്ട് എന്റെ സത്യസന്ധത തെളിയിക്കണം, എന്നിട്ട് പറഞ്ഞണം സത്യസന്ധം പൗത്രം തന്നാന്ന് പറഞ്ഞു. പാക്കറിന്റെ കടയുടെ ഇവിടെ കിടന്ന് കിട്ടിയതാണ്. നീ ഇത് എവിടുന്ന് മോട്ടിച്ചാണത്? എന്റെ പൊന്നു സാർ, മോട്ടിച്ചാണ് എനിക്ക് ഇതിവിടെ കൊണ്ട് തരേണ്ട കാര്യമുണ്ടോ? ഒരു പണിയാം. ഇതിപ്പോ അവകാശികളും ആരും വന്നിട്ടില്ല, പരാതിക്കാരും വന്നിട്ടില്ല. അത് പറയേ വരും.
അവര് അല്ല വരുമല്ലോ ഇത് പോയിട്ടുള്ളവർ വരാണ്ടിരിക്കില്ലല്ലോ. അവര് വരട്ടെ, അവർ വരട്ടെ, വന്നിട്ട് നമുക്ക് കൊടുക്കാം. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ. ഏയ് ഇവിടെ അല്ല സാർ ഞാനെന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ഇവിടെ ഇരി. അല്ല സാർ ഞാൻ ചോദിക്കട്ടെ, ആ. ഞാനേ ഈ പോയിട്ട് പണിക്ക് പോയിട്ട് വൈകുന്നേരം വന്നാ പോരെ? നീ ഇവിടെ മാറിയിടാ. അതല്ല സാറേ, നീ അവിടെ മാറിയിരി. സാർ ഞാനിത് നീ എന്താ കറങ്ങിക്കൊണ്ടിരിക്കുന്നു? അങ്ങോട്ട് വാ, അവിടെ ഇരി, അവിടെ ഇരി. കൊണ്ടില്ല കൊണ്ടില്ല പിന്നെ കൊണ്ടില്ല. നീ അഭ്യാസം വല്ല പഠിച്ചിട്ടുണ്ടോ നീ? കുറച്ചൊക്കെ കുറച്ചൊക്കെ. ഈ പോലീസ് സ്റ്റേഷനിൽ കയറുന്ന അഭ്യാസം കാണിക്കണം. അമ്മാവാ ഒരു കോപ്പിൽ ഐഡിയ അല്ല വേറെ ആരും പറഞ്ഞു. വരട്ടെ, അവകാശികൾ വരട്ടെ. വരും സാറേ, വരട്ടെട്ടാ. വരും. നമസ്കാരം മെമ്പറേ. നമസ്കാരം. നമസ്കാരം. എനിക്കിരിക്കും. എന്താണ്? അത് ഈ രമേശൻ നായരുടെ ഏ? ഒരു ആവേശത്തിന് വന്നാ, ഒരു ആവശ്യത്തിന് വന്നാണ്. അപ്പൊ ഈ രമേശൻ നായർ ഇങ്ങനെ അറിയിക്കും. അറിയില്ലേ? അറിയില്ലേ രമേശൻ നായര? ആരാണ്? ആള് മാറിപ്പോയിന്ന്. അത് നിനക്കറിയാം. അല്ല എനിക്ക് അങ്ങനെ ഞാൻ ഹലോ, പെട്ടെന്ന് ആരാ മനസ്സിലായത്? ഇത് രമേശൻ നായര്. നായരാണോ പുള്ളി? കണ്ടറിയില്ലേ? കരിഞ്ഞില്ലത്തെ നായര. അതെ. അതായത് ഈ രമേശൻ നായരുടെ ഒരു 5 ലക്ഷം രൂപ എവിടെയോ കളഞ്ഞുപോയി. പറഞ്ഞല്ലോ. അല്ല അത് 5 ലക്ഷം രൂപ കളഞ്ഞുപോയി. അത് എവിടെയെങ്കിലും കണ്ടുപിടിച്ച് കൊടുക്കണം. മരുന്ന് രമേശൻ നായർ ഒന്ന് 5 ലക്ഷം രൂപ കളഞ്ഞുപോയി. പറ്റിപ്പോയി എൻ്റെ. എവിടെ വെച്ച് പോയി? എവിടെ വെച്ച് പോയി? എവിടെ വെച്ച് പോയി അത് പറ. നിങ്ങൾ പടി പടി ഏത് പടി? ഏത് പടി വെച്ച് പോയി? ഈ അമ്പലത്തിന്റെ പടി. അമ്പലത്തിന്റെ പടിയാ? ശിവന്റെ നട, ശിവന്റെ നട. അമ്പലത്തിൽ ഇപ്പൊ ശിവന്റെ കടയിലാ. കയ്യിൽ നിന്ന് പോയേട്ടാ. ഇതെന്താണ് നിങ്ങൾ പൊട്ട കളിക്കുന്ന കാര്യം പറഞ്ഞത്? എവിടെ വെച്ച് പോയി എന്ന് പറ. ശിവന്റെ കടയല്ല, ശിവന്റെ നട, സുബ്രഹ്മണ്യന്റെ നട, അയ്യപ്പന്റെ നട, ഇങ്ങനെ ഒരുപാട് നടയില്ലേ? അതിലൊരു നടയല്ലേ? നീ ഇത് എവിടെ വെച്ച് പോയി എന്ന് പറഞ്ഞത്? പാക്കരന്റെ നട. അല്ല കട, ശിവന്റെ കട. പാക്കരന്റെ കട അവന് ശിവന്റെ കട വെച്ച് പൈസ പോയി എന്ന് പറഞ്ഞപ്പോ നീ പാക്കരന്റെ കട അവിടെ വഴി പോകാമല്ലോ. അതെ എപ്പോഴാ പോയത്? നീ പൊട്ട കളിക്കാൻ പറഞ്ഞ എപ്പോഴാ പൈസ എപ്പോഴാ പോയത് പറ. ഈ ഇതായിരുന്നു പറയടാ, നീ പൊട്ട കളിക്കാൻ പറ. എവിടെ 12 മണിക്ക് 12 മണിക്ക് 12 മണിക്ക് 12 മണിക്ക് പോയി. 12 മണിക്ക് രാത്രി 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 പോയി. രാവിലെ എപ്പോഴാ പൈസ എപ്പോഴാ പോയി എന്ന് പറ. ഉച്ചക്കായിരുന്നു, ഉച്ചക്ക സംഭവം. ഉച്ചയ്ക്ക് 12 മണിക്ക് നിന്റെ കയ്യിൽ 5 ലക്ഷം രൂപ പോയി. ഈ ഉച്ചയ്ക്ക് 12 മണിക്ക് നീ എന്താണ് അമ്പലത്തിൽ പോയത്? സാർ അതെ, ആ ഉച്ചക്ക് നടയിട്ട് അടച്ചിരിക്കുമല്ലോ. അതെ. അപ്പൊ ഇവന് ഈ ശിവനെ കണ്ട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ശിവനോട് വ്യക്തിപരമായിട്ട് നിനക്ക് എന്താ പറയാ? അല്ല ഞാൻ ഉച്ചക്ക് മീൻ മേടിക്കാൻ പോയി. ഏത് അമ്പലത്താണോ മീൻ കൊടുക്കണത്? അത് ഈ അമ്പലത്തിന്റെ ഇങ്ങനെ കൂടി ഒരു വഴിയുണ്ട്. നീ എന്തൊക്കെയാ നീ പറഞ്ഞ് തെളിച്ച് പറ. കയ്യിൽ നിന്ന് പോയിരിക്കുന്ന എന്താണ് നീ നീ ഞാൻ കാണിക്കട്ടെ. ഞാനൊന്ന് പഞ്ചായത്ത് വരെ പോയിട്ട് പഞ്ചായത്ത് മെമ്പർ എവിടെ മുള്ളാണ്ട് മാറുന്നേ? ഇവിടെ എന്തോ ഒരു ചുറ്റികൾ ഉണ്ട് ഇവിടെ. അതെ നിനക്ക് 12 മണിക്ക് അമ്പലം നട വെച്ച് നിന്റെ കയ്യിൽ നിന്ന് കാശ് പോയി. ഈ 5 ലക്ഷം രൂപ നിനക്ക് എവിടുന്നാ കിട്ടിയ? എന്തെങ്കിലും പറയുമ്പോ ആലോചിക്കാതെ കാര്യം പറ. ചിട്ടി, 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 ചിട്ടി പിടിച്ച് കിട്ടി, ചിട്ടി പിടിച്ച് കിട്ടി. നിനക്ക് 5 ലക്ഷം രൂപ ചിട്ടി പിടിച്ച് കിട്ടി. ഈ ചിട്ടി നീ എവിടുന്ന എടുത്തേ? എന്തായാലും ചിട്ടി കൊടുത്തു തുടങ്ങി. സാറേ അതെ KSFE KSFE ചിട്ടി എടുത്തു. അതെ ഈ KSFE എന്നൊക്കെ ചിട്ടി എടുക്കുമ്പോ ഒരാൾ ജാമ്യം നിക്കോല. അങ്ങനെ ആരെങ്കിലും ജാമ്യം നിന്നായിരുന്ന? ആരാ ജാമ്യം നിന്നാരാ? മെമ്പർ ജാമ്യം നിന്നു. മെമ്പറാണ് ജാമ്യം നിന്നത്. മെമ്പർ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ KSFE എന്നൊക്കെ ചിട്ടി എടുക്കുമ്പോണ്ടല്ലോ സർക്കാർ ജോലിക്കാരാണോ ജാമ്യം നിൽക്കാൻ? മെമ്പർ സർക്കാർ ജോലിക്കാരനാണോ? ജാമ്യം നിന്നില്ല, ജാമ്യക്കാരൻ ഒപ്പിച്ചു കൊടുത്തു. ജാമ്യക്കാരൻ ഒപ്പിച്ചു കൊടുത്തു. ജാമ്യക്കാരൻ ഒപ്പിച്ചു തന്നതാണ്. അപ്പൊ ആരായിരുന്നു ആ ജാമ്യക്കാരൻ? ഈ ജാമ്യം ആയിരുന്നല്ല, ജാമ്യമായിരുന്നു. ആരായിരുന്നു? സർക്കാർ ആശുപത്രിയിലെ വക്കീല്. സർക്കാർ ആശുപത്രിയിലെ വക്കീല്. സർക്കാർ ആശുപത്രിയിലെ വക്കീലാ? സർക്കാർ ആശുപത്രിയിലെ സാറ്. സർക്കാർ ആശുപത്രിയിലെ സാർ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? സർക്കാർ സ്കൂളിലെ ഒരു മാഷ്. സർക്കാർ സ്കൂൾ ഒരു മാഷ് കൊണ്ടായിരുന്നു. മാഷിന്റെ പേര് ചാക്കോ മാഷ്. ചാക്കോ മാഷ്. ഈ പുള്ളി ഡ്രില്ലാണ് പഠിപ്പിക്കുന്നത്, കെമിസ്ട്രി ആണ് പഠിപ്പിക്കുന്നത്? പേര് കേട്ടറിയാമല്ലേ? കണക്കാണ്.
മോനെ ചാക്കോമാശാണപ്പോ നിനക്ക് ചിട്ടെടുക്കാൻ ജാമ്യം നിന്നത്. ഈ ചാക്കോമാശ് നമ്പർ എന്ന് പറഞ്ഞേ. ചാക്കോമാശ് നമ്പർ പറ. പറടാ. ഈ ചാക്കോ മാസ്റ്റർ നമ്പർ അല്ലേ? നമ്പർ പറ. നമ്പർ പറ. എടുത്ത് സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് സെറ്റ് പറ പറ നമ്പർ പറ. 9846 9846 448 22 22 തുപ്പല്ലേ? ആ കറക്റ്റായിട്ട് അടിച്ചോട്ടാ. മാറാ. എന്റെ നമ്പറാ കൊടുത്തത്. ഹലോ ഹലോ ഹലോ, സർക്കാർ ആശുപത്രിയിലെ മാഷല്ലേ? ആര്? സർക്കാർ സ്കൂളിലെ മാഷല്ലേ? അതെ അതെ അതെ, ഞാൻ സബ് ഇൻസ്പെക്ടർ അശോക് കുമാർ. മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? കണ്ടോണ്ടിരിക്കാണല്ലോ. കണ്ടോണ്ടിരിക്കാണോ? ഉൾക്കാഴ്ച. അതെ മാഷേ, ആ ഞാൻ വിളിച്ചതേ ആ മാഷി KSF ചിട്ടെടുക്കും ആർക്കെങ്കിലും ജാമ്യം നിന്നായിരുന്നാ? ആ നിന്നു. രമേശൻ നായർക്ക് രമേശ് നാർക്ക് നിന്നു. നിന്നു. ആ പക്ഷെ സാർ എന്ത് ചെയ്യാനാണ്? എന്തേ? അവനെ 5 ലക്ഷം രൂപ എവിടെ കൂടെ കളഞ്ഞ്. അതെങ്ങനെ മനസ്സിലായി? ഊഹിക്കാലോ. ഊഹിച്ചതാണ്. ആ താഴെ പോയ ഫോൺ പൊടി 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 അത് ഊതിക്കളയണം ഫോൺ. വിളിച്ച് കിട്ടിയ സാറേ? കിട്ടും കിട്ടും കിട്ടും. 3 പേരും കൂടി പോലീസ് സ്റ്റേഷനിൽ വന്ന് നാടകം കളിച്ചോണ്ടിരിക്കണം. ഞാൻ വെറുതെ ഇരിക്കുന്നു. എന്താ? ഞാൻ വെറുതെ ഇവിടെ ആ നീ വെറുതെ ഇരിക്കുന്നു. ഞാൻ ഇരുത്താൻ. ഞാൻ 3 പേരും കൂടി ഇവിടെ നാടകം കളിച്ചോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ എവിടുന്ന പൈസ ഇട്ടത്? ഇച്ചിരി വെള്ളം തരുമോ? നീ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചിട്ട് പറ. എവിടുന്ന പൈസ ഇട്ടെന്ന് പറ. ആ വെള്ളം കുടിച്ചിട്ട് പറ. എവിടുന്ന് കിട്ടിയെന്ന് പറ. ഇച്ചിരി വെള്ളം കുടിച്ചോ, നല്ലതായിരിക്കും. കുടിക്കും. എവിടുന്നാ പൈസ കിട്ടിയെന്ന് പറ. പറ എവിടുന്നാ പൈസ കിട്ടിയത്? ഞാനും ഇച്ചിരി ഞാനും ഇച്ചിരി കുടിക്കും. എല്ലാരും കുടിക്കും. ഇനി പറ എവിടുന്നാ പൈസ കിട്ടിയത്? ഇവിടെ വെച്ചായിരുന്നല്ലേ? എവിടെ വെച്ചിട്ട്? ഇവിടെ വെച്ചിട്ടാ? എന്നെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. മെമ്പർ പറ. ഞാൻ സത്യം പറ. ഈ നിൽക്കുന്നത് എന്റെ പെങ്ങടെ മകനാണ്. ഈ നിൽക്കുന്നത് എന്റെ പെങ്ങടെ മകനാണ്. ഈ കള്ളം പവിത്ര. അതെ. അപ്പൊ ഇവൻ കാരണം എന്റെ മകളുടെ കല്യാണം നടക്കുന്നില്ല, എല്ലാം മുടങ്ങി പോവാ ഇവന്റെ ഈ കള്ളപ്പേര് കാരണം. അതുകൊണ്ട് ഞാൻ കണ്ടെത്തിയ ഒരു ഐഡിയ ആണ് ഈ 5 ലക്ഷം രൂപ കൊണ്ട് സാറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കള്ളപ്പേര് മാറി കിട്ടും. അതായത് അമ്മാവനും അനന്തരവനും കൂട്ടുകാരനൊക്കെ കൂടിയിട്ട് 5 ലക്ഷം രൂപ ഇവിടെ സത്യസന്ധമായിട്ട് തെളിയിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. പക്ഷെ പൊളിഞ്ഞു പോയി. ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഈ ഇരിക്കുന്ന 5 ലക്ഷം രൂപ ഇത് എവിടുന്ന് കിട്ടി? പണിയെടുത്തുണ്ടാക്കി. പണിയെടുത്തുണ്ടാക്കിയവൻ ഇവനാ? ഇവൻ പണിയെടുത്തുണ്ടാക്കിയ പൈസ മാറിക്ക. എവിടുന്ന് കിട്ടാ ഈ പൈസ? സത്യം പറ. അമ്മേ എന്താ കാണിക്കാം? നീ ഇപ്പൊ എന്തേ കാണിച്ചേ? അല്ല ഞാൻ സത്യം പെട്ടെന്ന് മിമിക്രി കളിക്കണം. നീ ഇത് മിമിക്രി കാണിക്കാൻ വന്നാണോ? നീ മിമിക്രി കാണിക്കാൻ വന്നാണോ? നീ പറ, സത്യമായിട്ട് പറ. ഈ പൈസ നിനക്ക് എവിടെ കിട്ടത്? ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വേല ചെയ്ത് പൈസ പൈസ നിനക്ക് എവിടെ കിട്ടിയ? കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടി പറയാനാണോ പൈസ കിട്ടത്? ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മോട്ടിച്ചതാ. മോട്ടിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഈ പൈസ അങ്ങനെ ഇങ്ങനെ വന്നല്ല, മോട്ടിച്ച പണമാണ്. ഇനി ഒറ്റ കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. നീ ഇത് എവിടുന്ന് മോട്ടിച്ചു? താഴെപ്പറമ്പിൽ സന്തോഷിന്റെ വീട്ടിൽ നിന്ന്. താഴെപ്പറമ്പിൽ അത് ഞാനല്ലേ? മെമ്പറ പണമാണിത്. എടാ കാലമാടാ, എന്റെ മകളെ കെട്ടിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുണ്ടൊക്കെ കാശാണ് നീ കട്ടോണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഏതായാലും മെമ്പർ ആ രക്ഷപ്പെട്ടത്. എനിക്ക് ഇപ്പൊ സമാധാനായി. സാറേ ഞാൻ ഒരു കാര്യം പറയും. ഇങ്ങനെ വന്നേ. ഈ മെമ്പർ എന്തിനാ ഇവിടെ വിളിച്ചോണ്ട് വന്നെന്ന് മനസ്സിലായ? ഈ അനന്തരവന്റെ പേര് മാറ്റാനായിട്ടാ, ഈ കള്ളം പവിത്രന്റെ പേര് മാറ്റാ. ഇപ്പൊ ശരിക്കും പേര് മാറിയതാരാ? ഈ മെമ്പറുടെ പേര് എന്താ? മെമ്പറുടെ പേരെന്താണ്? സന്തോഷം സന്തോഷ്. ഇപ്പൊ സന്തോഷമല്ല, സങ്കട സന്തോഷ്. അയ്യോ. Make some noise for the Desi Boys.